ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SITയുടെ കസ്റ്റഡിയിലായിട്ടുണ്ട്. 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, മുരാരി ബാബുവിനെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ കോടതി വിട്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യകത SIT സംഘം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇപ്പോൾ മുരാരി ബാബുവിനെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുകയാണോ? രാഖി, അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവുമായിട്ട് അന്വേഷണ സംഘം കോടതിക്ക് പുറത്തേക്ക് വരും. എന്തായാലും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതുപോലെ തന്നെ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 4 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ മുരാരി ബാബുവിനെ വിട്ടു നൽകിയിരിക്കുകയാണ്. അതായത് നിലവിൽ റിമാൻഡിലായിരുന്ന മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറന്റ് നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. അതിനുശേഷം 4 ദിവസത്തെ കസ്റ്റഡിയിലാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. 4 ദിവസവും അന്വേഷണ സംഘം നൽകിയിരിക്കുകയാണ്. ഇനി മുരാരി ബാബുവുമായിട്ട് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടപടികളുണ്ടാകും. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് നടപടികളാണ് ഏറ്റവും നിർണായകമായിട്ടുണ്ടാവുക. പ്രത്യേകിച്ച് ശബരിമലയിൽ അടക്കം എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ള കാര്യം അന്വേഷണ സംഘം കൃത്യമായിട്ട് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ നിലവിൽ ഇപ്പോൾ കോടതിയിൽ ഇറങ്ങിയിട്ട് നേരിട്ട് ഒരുപക്ഷെ സന്നിധാനത്തേക്ക് ശബരിമലയിലേക്ക് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോയേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ ഇത്തരത്തിൽ മുരാരി ബാബുവും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും കൂടെ ഒരുമിച്ച് സന്നിധാനത്തേക്ക് കൊണ്ടുപോയി തെളിവെടുക്കുന്ന കാര്യവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ട് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. പ്രധാനമായിട്ടും നാളെ ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും കൂടെ ഒരുമിച്ച് പോകാനായിരിക്കും സാധ്യത. കാരണം 30-ാം തീയതി മറ്റന്നാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി പൂർത്തിയാവുകയാണ്. അതായത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമാണ് 30 എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപക്ഷെ നാളെ കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ശബരിമലയിലും തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ മറ്റന്നാൾ ആ നടപടി പൂർത്തീകരിച്ച് കോടതിയിൽ ഹാജരാക്കുവാനായിട്ട് അന്വേഷണ സംഘത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ ആയിരിക്കാം ശബരിമലയിലെ പരിശോധന തെളിവെടുപ്പ് എന്നുള്ള കാര്യത്തിൽ സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും രണ്ടുപേരെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ ലഭിച്ചൊരു സാഹചര്യത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യൽ നടപടികളടക്കം ഉണ്ടായേക്കുമെന്നും നമ്മൾ കരുതുകയാണ് ഈ ഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് കഴിഞ്ഞ ദിവസം ചെന്നൈയിലും ഹൈദരാബാദിലും അടക്കം പോയി തെളിവെടുപ്പ് നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി മുരാരി ബാബുവുമായിട്ട് ബന്ധപ്പെട്ട് തെളിവെടുപ്പ് നടപടികളാണ് വരും ദിവസങ്ങളിൽ എന്തായാലും നടക്കാനായിട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അറസ്റ്റിലായതിനു ശേഷം അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കുകയും മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നില്ല. അതിനുശേഷം ാണിപ്പോൾ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന്റെ അന്വേഷണ നടപടികൾ കൃത്യമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള കാര്യം SIT സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ചോദ്യം ചെയ്യൽ നടപടികളൊക്കെ പുരോഗമിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളി കവർച്ച കേസിൽ 2-ാം പ്രതിയാണ് മുരാരി ബാബു. ഒപ്പം ഈ കട്ടിളപ്പാളി സ്വർണ്ണ കവർച്ച കേസിൽ 6-ാം പ്രതിയുമാണ് മുരാരി ബാബു. ഈ അല്ലെങ്കിൽ ഈ ക്രമക്കേടുകൾ നടന്ന 2019 കാലയളവിൽ ശബരിമലയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്നു. കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ശബരിമലയുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ള ചുമതലയും വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥൻ കൂടിയിട്ടാണ് മുരാരി ബാബു. മുരാരി ബാബുവിന് ഈ ക്രമക്കേടിൽ കൃത്യമായിട്ട് ഇടപെടലുകളുണ്ട്, അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പെരുന്നയിലുള്ള മുരാരി ബാബുവിന്റെ വീട്ടിലെത്തി അന്വേഷണ സംഘം അയാളെ കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. എന്തായാലും നിലവിൽ 2 പേര് ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന്റെ അറസ്റ്റിലായിട്ടുള്ളത്. ബാക്കി മറ്റ് പ്രതികളുണ്ട്, 8ഓളം പ്രതികൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അവരിലേക്ക് കൂടി അന്വേഷണം എത്തേണ്ടതായിട്ട് ഉണ്ട്. ഇതുവരെയും അവരിലേക്ക് അറസ്റ്റ് നടപടികളോ മറ്റ് കസ്റ്റഡി നടപടികളോ ഒന്നും ആലോചിക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതൊരു പക്ഷേ ഈ അന്വേഷണ സംഘത്തിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. കാരണം 10 ാണ് 2 കേസുകളിലും FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാക്കി പ്രതികളിലേക്ക് അന്വേഷണം ഈ ഒരു ഘട്ടത്തിൽ ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളത് ഒരു ന്യൂനതയായി തന്നെ അവശേഷിക്കുകയാണ്. ഈ 2 പ്രതികളിൽ അന്വേഷണം ഒതുക്കാൻ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിമർശന വിധേയമായിട്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ നിന്നും ശബരിമല സ്വർണ്ണ കവർച്ചയിൽ മുരാരി ബാബു SITയുടെ കസ്റ്റഡിയിലാണ്. അതായത് 4 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ തെളിവെടുപ്പുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഇക്കാര്യം SIT സംഘം കോടതിയെ ബോധിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുരാരി ബാബുവിനെ 4 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. റാന്നി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഉടൻ തന്നെ മുരാരി ബാബുവിനെ പുറത്തേക്ക് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയാണ് ഉള്ളത്. ഒരുപക്ഷെ SITയുടെ കസ്റ്റഡിയിൽ പ്രതിയെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ സന്നിധാനത്തേക്ക് കൊണ്ടുപോയി ഉള്ള തെളിവെടുപ്പ് അടക്കം നടത്തിയേക്കുമെന്ന സൂചനയാണ് നമ്മുടെ പ്രതിനിധി ഗോകുൽ രമേശ് പങ്കുവച്ചത്. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ തട്ടിപ്പിന്റെ വ്യാപ്തി കൂടുതൽ വ്യക്തമാകും, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന് SIT സംഘം കണക്കുകൂട്ടുന്നുണ്ട്.
ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷണ സംഘം വിശദമായ പരിശോധനകൾ നടത്തി വരികയുമാണ്. ഇതിനിടയിലാണ് മുരാരി ബാബുവിനെ ഇന്ന് റാന്നി കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. SIT സംഘത്തിന് 4 ദിവസത്തെ കസ്റ്റഡിയാണ് അനുവദിച്ചിരിക്കുന്നത്.